ആദരിക്കുന്നതാണ്. ഇന്നത്തെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ, ഇന്ന് പൊന്നാട ലഭിക്കേണ്ടുന്ന ആരെങ്കിലും പുറകിലിരിപ്പുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്ന അവർക്കായി പ്രത്യേകം ഒരു കരുതിയിരിക്കുന്ന ചെയറുകളിൽ ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പൊന്നാട സ്വീകരിക്കേണ്ട ഓരോരുത്തരും മുൻപോട്ട് കടന്നു വന്ന ഈ ചെയറുകളിൽ ഇരിക്കണമെന്ന് വിനീതമായി വീണ്ടും അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ 85 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു പുഷ്പം നൽകി ആദരിക്കുകയും ചെയ്യുന്നു. അവരും ദയവായി മുൻപോട്ട് വന്ന് ആദ്യത്തെ റോയിൽ ഇരിക്കേണ്ടതാണ്. 85 വയസ്സ് കഴിഞ്ഞവർ ആദ്യത്തെ റോയിലും, പൊന്നാട ലഭിക്കുന്നവർ ഈ ചെയറുകളിലുമായി ഇരിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം സീനിയർ സിറ്റിസൺസ്, മോഡൽസ് ഓഫ് ഗാഡ്സ് റൈച്ചസ്നെസ്. മുതിർന്ന പൗരർ ദൈവനീതിയുടെ മാതൃകയാകേണ്ടവർ എന്നതാണ്. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഇയ്യോബ് എഴുതിയ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം, വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവും ഉണ്ട്. Wisdom belongs to the aged and understanding to the old. മനുഷ്യ ജീവിതം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ പല ഘട്ടങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആ യാത്രയുടെ അവസാന ഘട്ടമാണ് വാർദ്ധക്യം. സീനിയേഴ്സിന്റെ ജീവിതം അനുഭവങ്ങളുടെ വലിയൊരു ഗ്രന്ഥശാലയാണ്. അവർ കണ്ടിട്ടുള്ള കാലഘട്ടങ്ങൾ, ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ, പഠിച്ച പാഠങ്ങൾ, ഇവയെല്ലാം പുതിയ തലമുറയ്ക്ക് ഒരു പ്രകാശ ദീപം പോലെയാണ്. ഒരു തലമുറ വളർന്ന് പുഷ്പിക്കാനുള്ള അടിസ്ഥാനമാണ് മുൻ തലമുറ ഒരുക്കിയത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക മൂല്യങ്ങൾ, ഇവയുടെ പിന്നിൽ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിത സമരം മറഞ്ഞു കിടക്കുന്നു. ഫിലാഡൽഫിയയിൽ ഒരു മാർത്തോമ ആരാധന സമൂഹം രൂപപ്പെട്ടിട്ട് 49 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും പ്രയത്നങ്ങളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ഓരോരുത്തരും നിന്നതുകൊണ്ടാണ് ഇന്ന് ഈ പ്രദേശത്ത് നമുക്ക് 5 പള്ളികളും ഒരു കോൺഗ്രിഗേഷനുമായി വളരുവാൻ സാധിച്ചത്. നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച തണുപ്പും ഷവർ ചെയ്ത് മാറ്റിയ മഞ്ഞുമൊക്കെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും സുഖകരമായ ജീവിതത്തിന് വഴിയൊരുക്കിയത്. 60കളിലും 70കളിലും 80കളിലും ഒക്കെ അമേരിക്കയിൽ പ്രവാസികളായി വന്നവരാണ് നിങ്ങളിൽ പലരും. ഇന്നത്തെ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളോ അനുകൂല കാലാവസ്ഥയോ സഹായ സഹകരണമോ അഡ്വാൻസ്ഡ് ടെക്നോളജിയോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് കൂട്ടിവെച്ച് തങ്ങളുടെ കുടുംബത്തെയും സഹോദരന്മാരെയും കരയേറ്റിയ ഒരു മനസ്സിനുടമകളാണ് നിങ്ങളിൽ പലരും. ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ചു പേരെങ്കിലും സഹോദരങ്ങൾ ഫയൽ ചെയ്ത് അമേരിക്കയിൽ വന്നവരാണ്. ഇന്നത്തെ കാലത്ത് സഹോദരങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സമ്പാദ്യവും കഷ്ടപ്പാടുകളും മാറ്റിവെക്കുവാൻ പലരും തയ്യാറാകാറില്ല. 40 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള തലമുറ സഹോദരങ്ങളോടും കുടുംബങ്ങളോടും കാണിച്ച ഉത്തരവാദിത്വം ഞങ്ങളുടെ തലമുറയ്ക്കുണ്ടോ എന്ന സംശയമാണ്. ഞാനും ഈ തലമുറയുടെ സ്നേഹത്തിന്റെ പങ്കുപറ്റിയ ഒരാളാണ്. സൂസ്മമി എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ അമ്മയുടെ സഹോദരി ഫൈലിയിലാണ് ഞങ്ങളും അമേരിക്കയിൽ വന്നത്. അങ്ങനെ കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. 2014-2015 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഇടവകയിൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ആരംഭിച്ചെങ്കിലും മർത്തോമ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് ഒരു ഒഫീഷ്യൽ ഓർഗനൈസേഷനായി റെക്കഗ്നൈസ് ചെയ്തത് സെപ്റ്റംബർ 2022-ലാണ്. എല്ലാ മാസവും ഫസ്റ്റ് മൺഡേ സീനിയേഴ്സ് ഒരുമിച്ച് കൂടുകയും ഫെലോഷിപ്പ് നടത്തി വരികയും ചെയ്യുന്നു. 75 വയസ്സ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പൊന്നാട ലഭിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ യുവജനസഖ്യത്തിന്റെ പേരിൽ ജോർജിയച്ചൻ പൊന്നാട നൽകി ആദരിക്കുന്നു. ചാക്കോ ചെറിയാൻ, അക്കൗണ്ട് നമ്പർ 14. ചാക്കോ ചെറിയാൻ അങ്കിൾ 1988-ൽ നീലഗിരി കുന്നൂർ മാർത്തോമ ചർച്ചിൽ നിന്നാണ് US-ലേക്ക് വന്നത്. നമ്മുടെ പള്ളിയുടെ തുടക്കം മുതലുള്ള മെമ്പറാണ്. ഇടവക മിഷൻ സെക്രട്ടറിയായും ബിൽഡിംഗ് കമ്മിറ്റി മെമ്പറായും അങ്കിൾ നമ്മുടെ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചാക്കോ ചെറിയാൻ അങ്കിളിനെ ജോർജിയച്ചൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. കുര്യൻ കെ തോമസ്, അക്കൗണ്ട് നമ്പർ 80. 20 വർഷമായി ഭാരത ഹെവി ഇലക്ട്രിക്കൽ ഇന്ത്യ ലിമിറ്റഡ് ഭോപ്പാലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 1985 അങ്കിൾ അമേരിക്കയിലേക്ക് വരുന്നത്. നാട്ടിൽ മല്ലപ്പള്ളി മർത്തോമ ചർച്ചാണ് അങ്കിളിന്റെ പാരിഷ്. കാർഡോണിലും മെയിലിംഗ് കമ്പനിയിലും അങ്കിൾ ജോലി ചെയ്തിട്ടുണ്ട്. അസെൻഷൻ ചർച്ചിന്റെ ആരംഭകാലം മുതൽ അങ്കിൾ മെമ്പറാണ്. കുര്യൻ കെ തോമസ് അങ്കിളിനെ ജോർജിയച്ചൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു.
ഏലിയാമ്മ കുര്യൻ, അക്കൗണ്ട് നമ്പർ 80. ഏലിയാമ്മ ആന്റിയും ഭാരത ഹെവി ഇലക്ട്രിക്കൽ ഇന്ത്യ ലിമിറ്റഡ് ഭോപ്പാലിൽ 20 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് റിസൈൻ ചെയ്ത് അമേരിക്കയിലേക്ക് വരുന്നത്. 1987 അമേരിക്കയിലെത്തിയ ആന്റി മ്യൂച്വൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരുവല്ല കാവുംഭാഗം എബനേസർ മർത്തോമ ചർച്ചിലെ അംഗമായിരുന്നു. അസെൻഷന്റെ ആദ്യകാല മെമ്പറാണ്. ഏലിയാമ്മ കുര്യൻ ആന്റിയെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. മത്തായി തോമസ്, അക്കൗണ്ട് നമ്പർ 81. മത്തായി അങ്കിൾ അമേരിക്കയിൽ വന്നിട്ട് 30-ലേറെ വർഷമായി. നാട്ടിൽ ആനപ്പുറങ്ങൾ മർത്തോമ ചർച്ചാണ് അങ്കിളിന്റെ പാരിഷ്. കാടോളിലാണ് അങ്കിൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രയർ ഗ്രൂപ്പ് റെപ്രസെന്റേറ്റീവ് ആയിട്ടും സീനിയർ ഫെലോഷിപ്പ് സെക്രട്ടറി ആയിട്ടും അങ്കിൾ അസെൻഷന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മത്തായി തോമസ് അങ്കിളിനെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. കെ വർഗീസ്, അക്കൗണ്ട് നമ്പർ 91. കെ വർഗീസ് അഥവാ പൊന്നച്ചൻ അങ്കിൾ 1976 അമേരിക്കയിലേക്ക് വന്നത്. അങ്കിൾ സെപ്റ്റൈൽ റീജിയണൽ റെയിൽവേയിലാണ് ജോലി ചെയ്തിരുന്നത്. നാട്ടിൽ പുനലൂർ സെന്റ് തോമസ് ചർച്ചാണ് അങ്കിളിന്റെ ഇടവക. അസെൻഷന്റെ വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പർ കൂടിയായ അങ്കിൾ വർഷങ്ങളായി ഒന്നിലധികം ഓർഗനൈസേഷന്റെ സെക്രട്ടറിയായും അസംബ്ലി മെമ്പർ, മണ്ഡലം മെമ്പർ, സീനിയർ ഫെലോഷിപ്പ് കോൺഫറൻസ് ജനറൽ കൺവീനറായും ചർച്ച് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിരുന്നു. കറന്റ്ലി അങ്കിൾ സീനിയർ ഫെലോഷിപ്പ് ഡയോസിഷൻ കൗൺസിൽ മെമ്പറായും ഇടവക മിഷൻ സൗത്ത് ഈസ്റ്റ് സെന്റർ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിക്കുന്നു. നാളിതുവരെയും അസെൻഷൻ ചർച്ചിന്റെ നെടുന്തൂണുകളിൽ ഒരാളായി നിന്ന് വരുന്ന കെ വർഗീസ് അങ്കിളിനെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. ശോശാമ വർഗീസ്, അക്കൗണ്ട് നമ്പർ 93. ശോശാമ ആന്റി 1973 അമേരിക്കയിലേക്ക് വന്നത്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് നിരണമാണ് ആന്റിയുടെ പാരിഷ്. തുടക്കകാലം മുതലേ അസെൻഷന്റെ മെമ്പറായ ആന്റി 35 വർഷം ഐൻസ്റ്റൈനിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ചു. ശോശാമ ആന്റിയെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. തോമസ് പി മത്തായി, അക്കൗണ്ട് നമ്പർ 102. തോമസ് പി മത്തായി 1996 അമേരിക്കയിലെത്തിയത്. നാട്ടിൽ സെന്റ് ആൻഡ്രൂസ് മർത്തോമ ചർച്ച് പരിയാരമാണ് അങ്കിളിന്റെ ഇടവക. കാടോണിലായിരുന്നു അങ്കിൾ വർക്ക് ചെയ്തിരുന്നത്. അസെൻഷൻ ചർച്ച് തുടങ്ങിയ കാലം മുതൽ അങ്കിൾ ഇവിടുത്തെ മെമ്പറാണ്. തോമസ് പി മത്തായി അങ്കിളിന് അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. പെണ്ണമ്മ തോമസ്, അക്കൗണ്ട് നമ്പർ 102. പെണ്ണമ്മ ആന്റി 1996 അമേരിക്കയിലെത്തിയത്. ബുധനൂർ ഓർത്തഡോക്സ് ചർച്ചാണ് ആന്റിയുടെ ഇടവക. ആന്റി സിൻഡാസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആന്റിയും അസെൻഷന്റെ തുടക്കകാല മെമ്പറാണ്. പെണ്ണമ്മ തോമസ് ആന്റിയെ ഇപ്പോൾ അച്ഛൻ പൊന്നാട നൽകി ആദരിക്കുന്നു. മറിയാമ്മ ഫിലിപ്പ്, അക്കൗണ്ട് നമ്പർ 130. മറിയാമ്മ ഫിലിപ്പ് അഥവാ മോളി ഫിലിപ്പ് ആന്റി 1998 അമേരിക്കയിലേക്ക് വന്നത്. ഐരൂർ ഷാലെ മർത്തോമ ചർച്ചാണ് ആന്റിയുടെ ഇടവക. ആന്റി അമേരിക്കയിൽ വന്ന കാലം മുതൽ നമ്മുടെ അസെൻഷന്റെ മെമ്പറാണ്. ആന്റി നാട്ടിൽ കോയഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായി 10 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മറിയാമ്മ ഫിലിപ്പ് ആന്റിയെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. ജോർജ് മാത്യു, അക്കൗണ്ട് നമ്പർ 143. ജോർജ് മാത്യു അങ്കിൾ അമേരിക്കയിലേക്ക് വന്നിട്ട് 24 വർഷങ്ങൾ പിന്നിടുന്നു. ഉള്ളനാട് ബദേൽ മർത്തോമ ചർച്ചാണ് അങ്കിളിന്റെ ഇടവക. കാടോണിലാണ് അങ്കിൾ വർക്ക് ചെയ്തിരുന്നത്. അങ്കിൾ അമേരിക്കയിൽ വന്ന കാലം മുതൽ അസെൻഷൻ ചർച്ചിന്റെ മെമ്പറാണ്. ജോർജ് മാത്യു അങ്കിളിനെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. സെക്കറിയ വർഗീസ്, അക്കൗണ്ട് നമ്പർ 185. സെക്കറിയ വർഗീസ് അങ്കിൾ അമേരിക്കയിൽ വന്നിട്ട് 22 വർഷങ്ങൾ പിന്നിടുന്നു. നാട്ടിൽ ഷാലെ മർത്തോമ ചർച്ച് അതിരിങ്കൽ പത്തനംതിട്ടയാണ് അങ്കിളിന്റെ ഇടവക. അങ്കിൾ കുവൈറ്റിൽ ഓഫീസ് മാനേജറായി വർക്ക് ചെയ്യുകയായിരുന്നു. 2004 മുതൽ അങ്കിൾ അസെൻഷൻ ചർച്ചിലെ മെമ്പറാണ്. സെക്കറിയ വർഗീസ് അങ്കിളിന് അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. സെലീന സെക്കറിയ, അക്കൗണ്ട് നമ്പർ 185. സെലീന സെക്കറിയ 22 വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലേക്ക് വന്നത്. എബനേസർ മർത്തോമ ചർച്ച് ട്രിവാൻഡ്രമാണ് ആന്റിയുടെ ഇടവക. ആന്റി കുവൈറ്റിൽ നഴ്സായിരുന്നു. 2004 മുതൽ ആന്റി അസെൻഷൻ ചർച്ചിലെ മെമ്പറാണ്. സെലീന സെക്കറിയ ആന്റിയെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. തോമസ് എബ്രഹാം, അക്കൗണ്ട് നമ്പർ 206. തോമസ് അങ്കിൾ 1994 അമേരിക്കയിലേക്ക് വരുന്നത്. കാരോൾബാഗ് മർത്തോമ ചർച്ച് ന്യൂഡൽഹി ആയിരുന്നു അങ്കിളിന്റെ ഇടവക.
ഡിഫൻസിലായിരുന്നു അങ്കിൾ ജോലി ചെയ്തിരുന്നത്. 2005 മുതൽ അസെൻഷൻ ചർച്ചിലെ മെമ്പറാണ്. തോമസ് എബ്രഹാം അങ്കിളിനെ ഇപ്പോൾ അച്ഛൻ പൊന്നാട നൽകി ആദരിക്കുന്നു. ലീലാമ ഷാമുവൽ, അക്കൗണ്ട് നമ്പർ 271. ലീലാമ ആന്റി അമേരിക്കയിൽ എത്തിയിട്ട് 22 വർഷങ്ങൾ പിന്നിടുന്നു. നാട്ടിൽ നസ്രേത്ത് മർത്തോമ ചർച്ച് റാന്നിയാണ് ആന്റിയുടെ ഇടവക. ലീലാമ ഷാമുവൽ ബാക്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് കടന്നു വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. മറിയാമ്മ ജോർജ്, അക്കൗണ്ട് നമ്പർ 322. മറിയാമ്മ ആന്റി അമേരിക്കയിൽ എത്തിയിട്ട് 28 വർഷങ്ങൾ പിന്നിടുന്നു. അടൂർ ഓർത്തഡോക്സ് ചർച്ചാണ് ആന്റിയുടെ ഇടവക. ആന്റി ഒരു ഹൗസ് വൈഫാണ്. മറിയാമ്മ ജോർജ് ആന്റിക്ക് ഇപ്പോൾ അച്ഛൻ പൊന്നാട നൽകി ആദരിക്കുന്നു. കെ വി ജോർജ്, അക്കൗണ്ട് നമ്പർ 335. കെ വി ജോർജ് അങ്കിൾ അമേരിക്കയിൽ വന്നിട്ട് 10 വർഷങ്ങളായി. നാട്ടിൽ സെയിന്റ് തോമസ് മർത്തോമ ചർച്ച് കല്യമേലാണ് അങ്കിളിന്റെ ഇടവക. അങ്കിൾ 45 വർഷമായി രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാനിൽ സെയിന്റ് തോമസ് മർത്തോമ ചർച്ച് ആയിരുന്നു അങ്കിളിന്റെ ഇടവക. അങ്കിൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ലാസ്റ്റ് ഇയർ മുതൽ അങ്കിൾ അസെൻഷൻ ചർച്ചിലെ മെമ്പറാണ്. കെ വി ജോർജ് അങ്കിളിനെ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. മറിയാമ്മ ജോർജ്, അക്കൗണ്ട് നമ്പർ 335. മറിയാമ്മ ആന്റി അമേരിക്കയിൽ വന്നിട്ട് 10 വർഷങ്ങൾ പിന്നിടുന്നു. നാട്ടിൽ മാരാമൻ മർത്തോമ ചർച്ചാണ് ആന്റിയുടെ ഇടവക. ആന്റിയും 45 വർഷം രാജസ്ഥാനിലായിരുന്നു. ആന്റി അവിടെ MBS ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ലാസ്റ്റ് ഇയർ മുതൽ ആന്റിയും അസെൻഷൻ ചർച്ചിലെ മെമ്പറാണ്. മറിയാമ്മ ജോർജ് ആന്റിയെ അച്ഛൻ ഇപ്പോൾ പൊന്നാട നൽകി ആദരിക്കുന്നു. ഇനി നമ്മളുടെ 85 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും അങ്കിളുണ്ട്. 85 വയസ്സ് കഴിഞ്ഞ അങ്കിളിന് പുഷ്പം നൽകി ആദരിക്കുന്നു. വേറെ ആരെങ്കിലും 85 വയസ്സ് കഴിഞ്ഞവർ പുറകിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഞങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇനി സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാവർക്കും യുവജനസേന ഒരു ചെറിയ ഗിഫ്റ്റ് നൽകി ആദരിക്കുന്നു. സീനിയേഴ്സ് സമ്മാനം വാങ്ങുന്നതിനായി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ എണീച്ചു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് സെക്രട്ടറി മേരി തോമസ് ഒരു ഗാനം ആലപിക്കുന്നു. സീനിയർ സിറ്റിസൺസ് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ എണീച്ചു നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് സെക്രട്ടറി മേരി തോമസിനെ ഗാനം ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
Great is thy faithfulness. Great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness. Great is thy faithfulness. Great is thy faithfulness, Lord, unto me. താങ്ക് യു ആൻറ്റി. ആൻറ്റി പനി ആയിരുന്നിട്ടും ചോദിച്ചുകൊണ്ട് ആൻറ്റി പെട്ടെന്ന് വന്ന് പാടിയതാണ്. ആൻറ്റിക്ക് യുവജന സംഘത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കും. ഇന്നത്തെ നമ്മുടെ ചടങ്ങുകളിൽ ആദരിക്കപ്പെടേണ്ടിയിരുന്ന ചില സീനിയേഴ്സ് ശാരീരിക അസ്വസ്ഥതകളാലും ഒഴിവാക്കാൻ പറ്റാത്ത മറ്റ് സാഹചര്യങ്ങളാലും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട മിസ്റ്റർ മാത്യു കെ മത്തായി, മിസ്സസ് റേച്ചലമ്മ ജോൺ, മിസ്സസ് ചിന്നമ്മ മാത്യു, മറിയമ്മ മത്തായി, മിസ്സസ് അച്ചാമ്മ തോമസ്, അമ്മിണി തോമസ് എന്നിവരെ ഈ നിമിഷം ഓർക്കുന്നു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും ആദരിച്ച ഈ ചടങ്ങിൽ അല്പനേരം സംസാരിക്കാൻ ലഭിച്ച കൃപയ്ക്കാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരുടെയെങ്കിലും പേരുകൾ പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നിങ്ങളുടെ സ്നേഹം, പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. ഈ ഇടവകയുടെ വളർച്ചയിൽ കൂടുമ്പാവുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ അംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കാൻ തക്കവണ്ണം യുവനസഖ്യം കാണിച്ച താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യുവനസഖ്യത്തിന് പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും യുവനസഖ്യം വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവും ദൈവമേ, നിന്റെ കൃപകൾ എത്രയോ ശ്രേഷ്ഠം. അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യും. ഒരു ഇടവകയായി ഇവിടെ രൂപീകൃതമാകുവാൻ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നേതൃത്വം നൽകിയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലം ഇന്ന് ഇവിടെ ആദരിച്ച എല്ലാ ജീവിതങ്ങൾക്കായിട്ട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. നിന്റെ മക്കളുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അവിടുന്ന് കൂടെയിരുന്ന് ശക്തീകരിച്ചു. അവരുടെയൊക്കെ പ്രാർത്ഥനവും ആത്മാർത്ഥമായ സഹകരണവും ഒക്കെ ഞങ്ങളുടെയും ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിലും ഏറ്റവും അനുഗ്രഹപ്രദമാക്കി അവിടെ തീർക്കുന്ന ഓർത്ത് സ്തോത്രം. നിന്റെ മക്കളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ, ദൈവകൃപയെ പരിപാലിക്കണമേ. തുടർന്ന് കർത്താവ് ഞങ്ങളുടെ ഇടവകയ്ക്ക് കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായ നേതൃത്വം നൽകുവാൻ, ഞങ്ങളെയൊക്കെ ദൈവത്തിലേക്ക് നയിക്കുവാൻ തക്കതായ സാക്ഷ്യമുള്ള ജീവിതം തുറന്നു നയിപ്പാൻ നിന്റെ മക്കളെ ഒന്ന് സഹായിക്കണമേ. എല്ലാ സീനിയേഴ്സ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളെല്ലാവരെയും വാഴ്ത്തുന്നു. ഇത് നേതൃത്വം നൽകി എല്ലാവർക്കായിട്ട് സ്തോത്രം. ദൈവകൃപയെ പരിപാലിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ അവിടുത്തെ കൃപ പരിപാലിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ തന്നെ ഞങ്ങളുടെ നാമത്തിൽ തന്നെ കർത്താവിന്റെ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കും.